+1 കെമിസ്ട്രി രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചർ ഓഫ് ആറ്റം രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ വരെ നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ആണ്. ഇലക്ട്രോണും പ്രോട്ടോണും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഡിസ്കവറി ഓഫ് ആരാണ്? ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോൺ എന്നൊരു കണിക, അതിൻ്റെ പേരൊന്നും അന്ന് പറഞ്ഞിട്ടില്ല. ആറ്റത്തിനകത്ത് ചാർജ് ഇല്ലാത്തതും എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോണിൻ്റെ മാസിനോടൊപ്പം മാസുള്ളതുമായ ഒരു കണികയുണ്ടെന്ന്, അങ്ങനെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വച്ചത് റൂദർഫോർഡാണ്. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇലക്ട്രോണും പ്രോട്ടോണും കണ്ടുപിടിച്ചതിന് ശേഷം ഈ ആറ്റത്തിനകത്ത് ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസുള്ളതുമായ ഒരു കണിക അവശേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ കെമിസ്റ്റ് റൂദർഫോർഡാണ് 1920. ഹി പ്രപ്പോസ്ഡ് എ പാർട്ടിക്കിൾ ദാറ്റ് ഹാസ് നോ ചാർജ് ഇല്ലാത്തതും ആൻഡ് ഹാവ് മാസ് ആൾമോസ്റ്റ് ഈക്വൽ ടു പ്രോട്ടോണിനോടൊപ്പം തുല്യമായ മാസുള്ളതുമായ ഒരു കണിക ആറ്റത്തിനകത്തുണ്ടെന്ന് റൂദർഫോർഡ് പ്രപ്പോസ് ചെയ്തു. ഇതിന് അദ്ദേഹം പിൽക്കാലത്തൊരു പേര് കൊടുത്തു, ന്യൂട്രോൺ. അപ്പോൾ റൂദർഫോർഡാണ് ന്യൂട്രോൺ എന്ന പേര് കൊടുത്തത്. ബട്ട് ഇൻ 1932 ജെയിംസ് ചാഡ്വിക് പ്രൂവ്ഡ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. പക്ഷേ ന്യൂട്രോണിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്ത ആൾ ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ചാഡ്വിക്. പക്ഷെ ന്യൂട്രോൺ എന്ന പേര് കൊടുത്തത് റൂദർഫോർഡ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ സാന്നിധ്യം പ്രൂവ് ചെയ്ത ആളാണ് ജെയിംസ് ചാഡ്വിക്. ഇദ്ദേഹം ചെയ്തത് നല്ല സ്പീഡിൽ പോകുന്ന ആൽഫ പാർട്ടിക്കിൾസ്, ആൽഫ റേസ്, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട ഒരു റേ ആണ് ആൽഫ റേസ്. ഈ ആൽഫ റേസ് ഈസ് ഈക്വൽ ടു ഹീലിയം ന്യൂക്ലിയസ്. ആൽഫ റേസ് ഹീലിയം ന്യൂക്ലിയസിന് ഈക്വൽ ആണ്. ഹീലിയം ന്യൂക്ലിയസ് He2 ആണ്. ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ വെരി തിൻ ഷീറ്റ് ഓഫ് ബെർലിയം. അപ്പോൾ നല്ല സ്പീഡിൽ പോകുന്ന ആൽഫ റേസ് ബെർലിയത്തിൻ്റെ കനം കുറഞ്ഞ തകിടിൽ തട്ടിയപ്പോൾ ചാർജ് ഇല്ലാത്തതും പ്രോട്ടോണിനോളം മാസുള്ളതുമായ പുതിയ ഒരാൾ ആറ്റത്തിൽ നിന്നും പുറത്ത് ചാടിയതായി ചാഡ്വിക് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് ന്യൂട്രോണിൻ്റെ എക്സിസ്റ്റൻസ് ചാഡ്വിക് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്ത പരിപാടി മനസ്സിലായല്ലോ. നല്ല ഹൈ സ്പീഡുള്ള ആൽഫ പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ഹീലിയം ന്യൂക്ലിയസ്, ഇൻസിഡൻറ്റ് ഓൺ എ തിൻ ഷീറ്റ് ഓഫ് ബെർലിയത്തിൻ്റെ കനം കുറഞ്ഞ തകിട് തട്ടിയപ്പോൾ എ ന്യൂ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് വാസ് ഇജക്റ്റഡ്. ഒരു പുതിയ തരം പാർട്ടിക്കിൾസ് പുറത്തേക്ക് ചാടി. അവർക്ക് ചാർജ് ഇല്ലായിരുന്നു. അവരെ മാസ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഈക്വൽ ടു പ്രോട്ടോണിൻ്റെ മാസിന് ഏകദേശം തുല്യമാണ്. എന്നാൽ പ്രോട്ടോണിൻ്റെ മാസിനേക്കാൾ കുറച്ച് കൂടുതലാണ് താനും. പ്രോട്ടോണിനോളം എന്നാണ് പറയുന്നത്, പക്ഷേ കുറച്ച് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് നോക്കുമ്പോൾ പ്രോട്ടോണിൻ്റെ മാസിനേക്കാൾ കുറച്ച് കൂടുതലാണ് ന്യൂട്രോണിൻ്റെ മാസ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6726 ഇൻറ്റു 10⁻⁻27 ആണെങ്കിൽ ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6749 ഇൻറ്റു 10⁻⁻27 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പ്രോട്ടോണിന് ഈക്വൽ ആണ്, എന്നാൽ കുറച്ച് കൂടുതലാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പിൽക്കാലത്ത് ആൽഫ റേസ് എടുത്ത് ബോറോണിൽ തട്ടിച്ചും ന്യൂട്രോണിൻ്റെ സാന്നിധ്യം അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബോറോൺ എന്ന് പറയുമ്പോൾ B511 ആണ്. ആൽഫ റേസ് ഹീലിയം ആണ്. ഈ റിയാക്ഷനകത്ത് പുറത്തു വരുന്നത് നൈട്രജൻ 714 പ്ലസ് ന്യൂട്രോൺ വന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ, ബെർലിയത്തിൻ്റെ കനം കുറഞ്ഞ തകിടിൽ ആൽഫ റേസ് ഇരിക്കുമ്പോൾ കാർബൺ 612 ന്യൂട്രോണും പുറത്തു വരും. അപ്പോൾ ഈ രണ്ട് പരീക്ഷണങ്ങൾ വഴിയും ചാഡ്വിക് ന്യൂട്രോണിൻ്റെ എക്സിസ്റ്റൻസ് എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സബറ്റോമിക് പാർട്ടിക്കിൾസിനകത്തുള്ള 3 പേരുടെയും കണ്ടെത്തൽ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഒരു ടേബിളാണ്. നൈം, ഡിസ്കവറർ, സിമ്പൽ, ചാർജ്, റിലേറ്റീവ് ചാർജ്, മാസ്.
ആദ്യം നോക്കുക, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആള് ജെ തോംസൺ. സിമ്പല് ഇ മൈനസ്. ചാർജ് -1.6022 ഇൻറ്റു 10⁻⁻19 കൂളോം. റിലേറ്റീവ് ചാർജ് ചോദിച്ചാൽ -1. എൻട്രൻസിനൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്. റിലേറ്റീവ് ചാർജ് എന്ന് പറയുന്നത് -1. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. എങ്കിൽ പ്രോട്ടോൺ നോക്കുക. കണ്ടുപിടിച്ചത് ഗോൾഡ് സ്റ്റെയിൻ. സിമ്പൽ P+. ചാർജ് +1.6022 ഇൻറ്റു 10⁻⁻19 കൂളോം. റിലേറ്റീവ് ചാർജ് +1. മാസ് എന്ന് പറയുന്നത് 1.6726 ഇൻറ്റു 10⁻27 കിലോഗ്രാം. മൂന്നാമത്തേത് ന്യൂട്രോൺ. കണ്ടുപിടിച്ചത് ചാഡ്വിക്ക്. സിമ്പൽ N. ചാർജ് 0. റിലേറ്റീവ് ചാർജ് 0. മാസ് എന്ന് പറയുന്നത് 1.6749 ഇൻറ്റു 10⁻27 കിലോഗ്രാം. ഇനി എന്താണ് ഇലക്ട്രോൺ? അപ്പോൾ എക്സാമിന് ഒരിക്കലും ഇലക്ട്രോൺ എന്താണെന്ന് നിർവചിക്കാൻ അവർ ചോദിക്കത്തില്ല. പക്ഷേ +1 ആയ സ്ഥിതിക്ക് ഇലക്ട്രോൺ എന്താണെന്ന് നിങ്ങളുടെ ചോദിക്കുകയാണ് ഒരാൾ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എങ്ങനെ പറയും? ഇലക്ട്രോൺ ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ വിച്ച് ക്യാരീസ് 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ആൻഡ് ഹാസ് മാസ് നിയർലി ഈക്വൽ ടു 1/1837 മാസ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ. ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ആണ്. ദാറ്റ് ഹാസ് 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ്. റിലേറ്റീവ് ചാർജ് നമ്മൾ കാണിച്ചായിരുന്നു. 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ഇതെവിടെയുണ്ട്. ആൻഡ് ഹാസ് എ മാസ് ഈക്വൽ ടു 1/1837 മാസ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ്റെ മാസിൻ്റെ 1/1837 അത്രയും ചെറിയ മാസാണ് ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ എന്താണ് പ്രോട്ടോൺ? ഇറ്റ് ഈസ് ആൾസോ എ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ദാറ്റ് ക്യാരീസ് 1 യൂണിറ്റ് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ഉണ്ടോ? ആൻഡ് മാസ് നിയർലി ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. പ്രോട്ടോണിന് ഏകദേശം ഹൈഡ്രജൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസിനോളം ഭാരമുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ കുറവാണ് ആരെ മാസ്? കണ്ടോ ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടോണിനാണ് ഭാരം കൂടുതൽ. അപ്പം പ്രോട്ടോൺ ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ദാറ്റ് ഹാസ് 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് നിയർലി ഈക്വൽ ടു ദ മാസ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ന്യൂട്രോൺ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. ന്യൂട്രോണിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡെഫിനിഷൻ ഓഫ് ന്യൂട്രോൺ എങ്ങനെ പറയും? ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ വിച്ച് ക്യാരീസ് നോ ചാർജ് ആൻഡ് ഹാസ് എ മാസ് നിയർലി ഈക്വൽ ടു ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. കാര്യം പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് ഈക്വൽ ആയതുകൊണ്ട് പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് ഈക്വൽ ആണെങ്കിൽ ന്യൂട്രോണിൻ്റെ മാസും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ന്യൂട്രോൺ ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ദാറ്റ് ഹാസ് നോ ചാർജ് ആൻഡ് ഹാസ് മാസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സബറ്റോമിക് പാർട്ടിക്കിൾസ് എല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് പഠിക്കേണ്ടത് ആറ്റം മോഡൽസ് ആണ്. ആറ്റത്തിന് ആദ്യമായിട്ടൊരു മോഡൽ പ്രപ്പോസ് ചെയ്ത ആള് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ ആണ് ആറ്റത്തിന് ആദ്യമായിട്ടൊരു മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് ഈസ് കാൾഡ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ആറ്റത്തിന് ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ടൊരു മോഡൽ പ്രപ്പോസ് ചെയ്തത് തോംസൺ ആണ്. സോ ഇറ്റ് ഈസ് കാൾഡ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. ഇതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓൾ ആറ്റംസ് കണ്ടെയ്ൻസ് ഇലക്ട്രോൺസ്. എല്ലാ ആറ്റത്തിനകത്തും ഇലക്ട്രോൺസ് ഉണ്ട്. ദി ആറ്റം ആസ് എ ഹോൾ ഈസ് ന്യൂട്രൽ. ഇലക്ട്രോൺ ഉണ്ടെങ്കിലും ആസ് എ ടോട്ടൽ ആറ്റം ഈസ് ന്യൂട്രൽ. ആറ്റത്തിൻ്റെ ആകെ ചാർജ് 0 ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? ആ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റിയ പോസിറ്റീവ് എവിടെയെങ്കിലുമൊക്കെ കാണും. അതാണ് എൻ്റെ മീനിങ്.
He visualized all positive charge of an atom is being spread out uniformly throughout a sphere. അയാൾ പറഞ്ഞത് ഈ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിനെന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് ചാർജ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ആകെ പോസിറ്റീവ് ചാർജ് ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു എന്നാണ് തോംസൺ പറഞ്ഞത്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും ആകെ നോക്കുമ്പോൾ ഈക്വൽ ആയിരിക്കും. അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് എത്രയാകും? ന്യൂട്രൽ ആകും എന്നാണ് തോംസൺ പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ ആ ടോട്ടൽ ചാർജും പോസിറ്റീവിൻ്റെ ടോട്ടൽ മാഗ്നിറ്റ്യൂഡും ഈക്വലായിട്ട് വരികയും ക്യാൻസൽ ചെയ്ത് എത്രയായിട്ട് മാറുകയും ചെയ്യും? 0 ആയിട്ട് മാറുകയും ചെയ്യുമെന്നാണ് തോംസൺ പറഞ്ഞത്. അപ്പോൾ ഹി വിഷ്വലൈസ്ഡ് ഓൾ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ബീയിങ് സ്പ്രെഡ് ഔട്ട് യൂണിഫോംലി ത്രൂ ഔട്ട് എ സ്പിയർ. ആറ്റത്തിൻ്റെ ഫുൾ പോസിറ്റീവ് ചാർജും ഈക്വലായിട്ട് ആ സ്പിയറിൽ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ഓഫ് അറ്റോമിക് ഡയമെൻഷൻസ് അപ്രോക്സിമേറ്റ് 10⁻⁻10 മീറ്റർ ഇൻ ഡയമീറ്റർ. ഒരു ആറ്റത്തിൻ്റെ 10⁻⁻10 മീറ്റർ ഡയമീറ്ററിൽ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇലക്ട്രോൺസ് വേറെ സ്മോളർ പാർട്ടിക്കിൾസ് ടുഗദർ ക്യാരി നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോൺസ് വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. അവരെല്ലാം കൂടെ ചേർന്നാണ് നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നത്. ഈ നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറച്ച് മുന്നേ പറഞ്ഞ പോസിറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് എന്താണ്? ഈക്വൽ ആണ്. ഇനി അദ്ദേഹം പറഞ്ഞത് ദേ വെയർ സ്റ്റഡഡ് ഇൻ ദി ആറ്റം ലൈക്ക് പ്ലംസ് ഇൻ എ പുഡിംഗ്. അപ്പം നമ്മുടെ പുഡിംഗ് കേക്കുകളുണ്ട്. ഈ പുഡിങ്ങിനകത്ത് പ്ലംസ് കിടക്കുന്നത് പോലെയാണ്. അപ്പോൾ പുഡിങ് റൗണ്ട് ഷേപ്പിലെ പുഡിങ്ങിനകത്ത് പ്ലംസുകൾ കിടക്കുന്നത് പോലെയാണ് ഇലക്ട്രോൺസ് ഇവിടെ കിടക്കുന്നത്, ആറ്റത്തിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ദേ വെയർ സ്റ്റഡഡ് വെച്ചാൽ കിടക്കുന്നു. ഇൻ ദി ആറ്റം ലൈക്ക് പ്ലംസ് ഇൻ എ പുഡിങ്. പുഡിങ്ങിൽ പ്ലംസ് കിടക്കുന്നത് പോലെയാണ് ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ കിടക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് വാട്ടർ മെലൺ മോഡൽ. അപ്പോൾ ഇതിൽ തണ്ണിമത്തങ്ങയുമായിട്ടും ഒരു സിമിലാരിറ്റി ഉണ്ട്. കാര്യം തണ്ണിമത്തം കട്ട് ചെയ്യുമ്പോൾ ആ റെഡുള്ള പോർഷൻ എല്ലാം കൂടെ ചേർന്നിട്ട് പോസിറ്റീവ് ചാർജ്, തണ്ണിമത്തൻ്റെ സീഡ് കറുപ്പ് അത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്. അപ്പോൾ അതുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ആൾസോ കാൾഡ് വാട്ടർ മെലൺ മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ ഓർ റൈസിൻ പുഡിംഗ് മോഡൽ. അത്രയും പേരുകൾ നോക്കി വയ്ക്കുക. ഈ ഫിഗർ നോക്കണം. ആറ്റം ആസ് എ ഹോൾ സ്പിയറാണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഇടയ്ക്ക് പോസിറ്റീവ് ചാർജ് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് എന്താണ്? ഇറ്റ് വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ ഓവറാൾ ന്യൂട്രാലിറ്റി ഓഫ് ആൻ ആറ്റം. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ മെറിറ്റ് ഓഫ് തോംസൺസ് ആറ്റം മോഡൽ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ഇറ്റ് വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ ഓവറാൾ ന്യൂട്രാലിറ്റി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഓവറാൾ ന്യൂട്രാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് ഉപയോഗപ്പെട്ടു. ഇനി അതിന് എന്തുകൊണ്ട് ഡ്രോബാക്ക് ഉണ്ട്? എന്താണ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഡ്രോബാക്ക് എന്ന് ചോദിച്ചാൽ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഓഫ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ബൈ റൂദർഫോർഡ്. ഇനി നമ്മൾ അടുത്ത അതാണ് പഠിക്കാൻ പോകുന്നത്. തോംസന് ശേഷം വന്ന റൂദർഫോർഡ് ഒരു പരീക്ഷണം നടത്തി. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ് ആ പരീക്ഷണത്തിൻ്റെ പേര്. അതിനകത്ത് വന്ന റിസൾട്ടും തോംസൺസ് മോഡലിനകത്ത് കണ്ട കാര്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഒത്തുപോകുന്നില്ല. അതോടുകൂടി തോംസൺസ് മോഡൽ നമ്മൾ എടുത്ത് പുറത്ത് കളയുകയും അല്ലെങ്കിൽ അതിനെ നമ്മൾ അവഗണിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഡ്രോബാക്ക്? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഓഫ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ബൈ റൂദർഫോർഡ്. പിൽക്കാലത്ത് റൂദർഫോർഡ് നടത്തിയ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്ത് പോകാൻ തോംസൺസ് മോഡലിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നോക്കുക, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എല്ലാം തീർത്തു. നമ്മൾ മോഡൽ ഓഫ് ആറ്റത്തെ കുറിച്ചാണ് ചർച്ച തുടങ്ങിയത്. തോംസൺസ് മോഡൽ ഓഫ് ആറ്റം, അതിൻ്റെ മറ്റ് പേരുകൾ, അതിൻ്റെ ഫിഗർ, അതിൻ്റെ ഒരു മെറിറ്റ്, അതിൻ്റെ ഒരു ഡ്രോബാക്ക്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ്, റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ് പറയാൻ പോകുന്നത്. തോംസൺസ് മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ് എന്തായിരുന്നു?
ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഫ്രം റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. ഇത് നടന്നത് 1909 1909. എ വെരി തിൻ ഗോൾഡ് ഫോയിൽ, ഗോൾഡിൻ്റെ വളരെ കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ഒരു ഫോയിൽ, ഏകദേശം 0.004 നാനോമീറ്റർ കട്ടിയുള്ള ഒരു ഗോൾഡ് ഫോയിൽ. ഇറ്റ് ഈസ് ബൊംബാർഡ് വിത്ത് എ ഫൈൻ സ്ട്രീം ഓഫ് ആൽഫ പാർട്ടിക്കിൾ. നല്ല വേഗതയിലുള്ള ആൽഫ പാർട്ടിക്കിൾസ് കൊണ്ട് വളരെ കനം കുറഞ്ഞ ഗോൾഡ് ഫോയിലിനകത്തേക്ക് നമ്മൾ ഇടിപ്പിക്കുന്നു. ഇതാണ് പ്രോസസ്സ്. എ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ, ദാറ്റ് ഈസ് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത ഒരു സർക്കുലർ സ്ക്രീൻ, ഈസ് പ്ലേസ്ഡ് ബിഹൈൻഡ് ദി ഗോൾഡ് ഫോയിൽ വെയർ പോയിന്റ്സ് വെയർ റെക്കോർഡഡ് വിച്ച് വെയർ എമർജിങ് ഫ്രം ആൽഫ പാർട്ടിക്കിൾസ്. ഈ സർക്കുലർ ഫ്ലൂറസെൻ്റ് സ്ക്രീനിനകത്ത് പോയിന്റ്സ് ഉണ്ടാകും. പോയിന്റ്സ് മീൻസ് ബ്രൈറ്റ് സ്പോട്ട്, തിളക്കങ്ങളുണ്ടാവും. എപ്പോഴാണ് ഉണ്ടാകുന്നത്? റേസ് വന്ന് ആ പെയിൻറ്റിൽ വീഴുമ്പോൾ, നമ്മൾ കാഥോഡ് റേസിൻ്റെ ആ ഒരു പരീക്ഷണ സമയത്ത് പറഞ്ഞായിരുന്നു, ഫ്ലൂറസെൻ്റ് പെയിൻറ്റിൻ്റെ ഗുണം എന്താണ്? റേസ്, ഇൻവിസിബിൾ റേസ് വന്ന് വീഴുമ്പോൾ അവിടെ നമുക്ക് പോയിന്റ്സ് കിട്ടും. പോയിന്റ്സ് മാർക്ക് ചെയ്യാനുള്ള ബ്രൈറ്റ് സ്പോട്ടുകൾ അവിടെ കിട്ടും. അപ്പോൾ ആൽഫ റേസ് ഗോൾഡ് ഫോയിൽ വഴി കടന്ന് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ തട്ടി ഈ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ വന്ന് വീണാൽ അവിടെ നമുക്ക് പോയിന്റുകൾ മാർക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് ഫ്ലൂറസെൻ്റ് പെയിൻ്റ് ആയതുകൊണ്ട് അവിടെ ബ്രൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാകും. നമുക്ക് ആ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ പൊളോണിയമാണ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഓർ സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരണമെങ്കിൽ നമുക്ക് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ വേണം. ആൻ എക്സാമ്പിൾ പൊളോണിയമാണ് ഇവിടെ റൂദർഫോർഡ് യൂസ് ചെയ്തത്, പൊളോണിയം. അപ്പോൾ നോക്കുക, റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് 1909 നടന്നത്. ഇവിടെ ചെയ്ത കാര്യം, ഗോൾഡിൻ്റെ വളരെ കനം കുറഞ്ഞ ഒരു ഫോയിൽ, 0.004 നാനോമീറ്റർ കട്ടിയുള്ള ഗോൾഡ് ഫോയിൽ ഈസ് ബൊംബാർഡ് ബൈ എ ഫൈൻ സ്ട്രീം ഓഫ് ആൽഫ പാർട്ടിക്കിൾ. വളരെ സ്പീഡ് കൂടിയ ആൽഫ പാർട്ടിക്കിൾസ് കൊണ്ട് കനം കുറഞ്ഞ ഗോൾഡ് ഫോയിലിൽ ഇടിക്കുന്നൊരു പ്രോസസ്സ്. ഈ ഗോൾഡ് ഫോയിലിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീൻ, ഒരു സർക്കുലർ ഫ്ലൂറസെൻ്റ് സ്ക്രീൻ വച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? വെയർ പോയിന്റ്സ് വെയർ എമർജ്ഡ് ഓർ റെക്കോർഡഡ് വിച്ച് വെയർ എമർജിങ് ഫ്രം ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾസ് വന്ന് ആ സർക്കുലർ സ്ക്രീനിൽ വീഴുമ്പോൾ അവിടെ എന്തുണ്ടാകും? പോയിന്റ്സുകൾ ഉണ്ടാകും. ബ്രൈറ്റ് സ്പോട്ടുകൾ, തിളക്കങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പൊളോണിയം ആണ്. അപ്പോൾ നോക്കുക, ഈ തന്നേക്കുന്ന ബ്ലോക്കിനകത്ത് റേഡിയോ ആക്റ്റീവ് സാമ്പിൾ നമ്മൾ ഒഴിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റേഡിയോ ആക്റ്റീവ് സാമ്പിളായ പൊളോണിയം എടുത്ത് വച്ചേക്കുകയാണ്. ഇതിൽ നിന്നും പുറത്തു പോകുന്ന റേസ്, ആൽഫ റേസ് ഗോൾഡ് ഫോയിലിൽ പോയി വീണു, നേരെ വന്ന് ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ തട്ടുകയാണ്. അപ്പോൾ ഇവിടെ റൂദർഫോർഡ് കണ്ട കാര്യം, ഈ വരുന്ന റേസിൽ ഭൂരിഭാഗം ആൾക്കാരും നേരെ ബാക്ക് സൈഡിൽ തന്നെ വന്ന് വീഴും. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ബ്രൈറ്റ് സ്പോട്ടുകൾ, തിളക്കങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു പോർഷനകത്താണ്. അപ്പോൾ അതിൻ്റെ മീനിങ്, വന്ന റേസ് കൂടുതൽ പേരും ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ കയറി ഈ സ്ക്രീനിൽ വന്ന് വീണു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഫ്യൂ ആൽഫ റേസ് ആർ ഡീവിയേറ്റഡ് ഇൻ സ്മോൾ ആംഗിൾ. ഒബ്സർവേഷൻ നോക്ക്, ഒന്നാമത്തത്, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് 99% പാസസ് ത്രൂ ഇറ്റ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. 99% റേസും യാതൊരു മാറ്റവുമില്ലാതെ ആ ഫോയിൽ വഴി കയറി ബാക്ക് സൈഡിലേക്ക് പോയി. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ത്രൂ സ്മോൾ ആംഗിൾ. ഈ പടം കണ്ടാൽ മനസ്സിലാകും, ചില ആൽഫ റേസ് 99% ബാക്ക് സൈഡിലേക്ക് പോയി, റിമൈനിങ് കുറച്ച് ആൾക്കാർ ഡീവിയേറ്റ് ചെയ്തു ഇൻ സ്മോൾ ആംഗിൾ. ചെറിയ ആംഗിളിൽ അവർ എന്ത് ചെയ്തു? ഡീവിയേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ, വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ 99 നേരെ പോയി, അതിലും കുറച്ച് ആൾക്കാർ കുറച്ച് വളഞ്ഞു പോയി, അതിനേക്കാൾ കുറച്ച് ആൾക്കാർ ഡിഫ്ലക്റ്റഡ് ബൈ ലാർജ് ആംഗിൾ, വളരെ വലിയ ആംഗിൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ തന്നെ ഒക്കേഷണലി, വളരെ അപൂർവമായിട്ട് ചില ആൽഫ പാർട്ടിക്കിൾസ് 180 ഡിഗ്രിയും ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി.
അപ്പോൾ 99% നേരെ പോയി, പിന്നെ കുറച്ച് പേര് വളഞ്ഞു പോയി, അതിലും കുറച്ച് ആൾക്കാർ ലാർജ് ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് ഒരാൾ എന്ത് ചെയ്തു, കറക്റ്റ് 180 ഡിഗ്രിയിൽ അവിടെ പോയി തട്ടിയിട്ട് തിരിച്ചു വന്നു. ഇതാണ് ഒബ്സർവേഷൻസ് ഓഫ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഇനി അതിൻ്റെ കൺക്ലൂഷൻസ് ആണ്. ഇതിൽ നിന്നും റൂദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ, ആറ്റം ഈസ് എക്സ്ട്രീംലി ഹോളോ. ആറ്റം ഹോളോയാണ്, തുറന്നു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ഗോൾഡ് ഫോയിൽ ഉണ്ടാക്കിയേക്കുന്നത് ഗോൾഡിൻ്റെ ആറ്റംസ് കൊണ്ടാണ്. ഈ ഗോൾഡിൻ്റെ ആറ്റംസ് എല്ലാം തുറന്നു കിടക്കുന്നത് കൊണ്ട്, എം ടി ആയതുകൊണ്ടാണ് വന്ന റേസ് ഈ ഫോയിലിനകത്തൂടെ കയറി നേരെ ബാക്ക് സൈഡിലോട്ട് പോയത്. ഈ ആറ്റം നല്ല കട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ റേസിന് ഒരിക്കലും തട്ടിയിട്ട് അകത്തൂടെ കയറി പുറത്തു പോകാൻ സാധിക്കത്തില്ല. ഇവിടെ ആറ്റം എന്ന് പറയുന്നത് മിക്കതും തുറന്നിരിക്കുകയാണ്, ഹോളോയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? റേസിന് അകത്തൂടെ കയറി പുറത്തു പോകാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് മോസ്റ്റ്ലി എന്ത് സ്പേസ്? എം ടി സ്പേസ്. ഇപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസസ് ത്രൂ ഇറ്റ് വിത്തൗട്ട് എനി ഡീവിയേഷൻ ആണ്. ഇതിൽ നിന്നാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. ഫ്രം ദാറ്റ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ആറ്റം ഈസ് എക്സ്ട്രീംലി ഹോളോ, തുറന്നു കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് മോസ്റ്റ്ലി എം ടി സ്പേസ്, മിക്ക ഭാഗവും തുറന്ന് വേക്കൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഇലക്ട്രോൺസ് ബിക്കോസ് ഓഫ് ദെയർ നെഗറ്റീവ് ചാർജ് ആൻഡ് വെരി ലോ മാസ് കനോട്ട് ഡിഫ്ലക്റ്റ് ഹെവിലി. ഇപ്പോൾ ആറ്റത്തിനകത്തൊരു പോസിറ്റീവ് ചാർജ് കൊണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ആ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന് അങ്ങോട്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. ഈ അട്രാക്ഷൻ മൂലവും അവരുടെ വെരി ലോ മാസ് മൂലവും അവർക്കൊരിക്കലും ഹൈ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരു ഹെവിലി ഡിഫ്ലക്ഷൻ അവർക്ക് പോസിബിൾ അല്ല. അപ്പം തോംസൺ പറഞ്ഞൊരു കാര്യം, ആറ്റത്തിനകത്ത് എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു ആകർഷണം മൂലം ഇലക്ട്രോണിന്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്, മാസ് കുറഞ്ഞ ഇലക്ട്രോണിന് ഒരിക്കലും ഹൈ ആയിട്ട് ഹെവിലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം ഈ ഇലക്ട്രോണിൻ്റെ മൈനസും ആറ്റത്തിനകത്തുള്ള പ്ലസുമായിട്ട് എന്തുകൊണ്ട് ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. അതാണ് കാര്യം. അടുത്തത്, ദർ മസ്റ്റ് ബി എ ഹെവിലി പോസിറ്റീവ് ചാർജ്ഡ് പാർട്ട് ഇൻ ആൻ ആറ്റം. അപ്പം ഇലക്ട്രോണിന് ഒരുപാട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദർ മസ്റ്റ് ബി എ പോസിറ്റീവ് ചാർജ് പ്രസൻറ്റ് ഇൻ ദി ആറ്റം വിച്ച് ഈസ് കാൾഡ് ന്യൂക്ലിയസ്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. വിച്ച് ഡസ് നോട്ട് അലൗ ദ പാസേജ് ഓഫ് പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ന്യൂക്ലിയസ് പ്ലസ് ആണ്, ആൽഫ റേസും പ്ലസ് ആണ്. ലൈക്ക് ചാർജസ് റിപ്പൽ, ഒരുപോലത്തെ ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ് ചില ആൽഫ റേസിന് അകത്തൂടെ കയറി പുറത്തേക്ക് പോകാൻ പറ്റാഞ്ഞത്. അപ്പോൾ ചില ആൽഫ റേസിന് അകത്തൂടെ കയറാൻ പറ്റാത്തതിൻ്റെ കാര്യം, ആൽഫ റേസ് പോസിറ്റീവ് ചാർജാണ്. ഈ ആറ്റത്തിനകത്ത് എവിടെയോ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിന് റൂദർഫോർഡ് ഒരു പേര് കൊടുത്തു, ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് പോസിറ്റീവ് റേസിന് അകത്തൂടെ കയറി പുറത്തേക്ക് പോകാൻ പറ്റാത്തത്. ഇനി നമ്മൾ പറഞ്ഞു, ഇങ്ങനെ വന്ന അല്ലെങ്കിൽ ചില ആൾക്കാർ പോയി ഹിറ്റ് ചെയ്ത് 180 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത്തരം ആൾക്കാരുടെ എമൗണ്ട് വളരെ വളരെ കുറവാണ്. അതിൻ്റെ കാര്യം എന്താണ്? ഈ ആൽഫ റേസ് പ്ലസ് ചാർജ് ആണ്. ഈ പ്ലസ് ഉള്ള ആൽഫ റേസ് ഈ ന്യൂക്ലിയസിൽ പോയി തട്ടിയപ്പോഴാണ് റിപ്പൾഷൻ മാക്സിമം ആയിട്ട് അവർ ബൗൺസ് ബാക്ക് ചെയ്തത്. റിപ്പൾഷൻ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? പ്ലസും പ്ലസും ചേർത്ത് വയ്ക്കുമ്പോൾ റിപ്പൾഷൻ എന്താണ്? മാക്സിമം ആണ്. അപ്പം അബദ്ധത്തിൽ ചില റേസ് പോയി ആ പ്ലസിൽ തൊട്ടപ്പോഴാണ് റിഫ്ലക്ഷൻ മാക്സിമം ആയിട്ട് അവർ 180 ഡിഗ്രിയിൽ ബാക്കിലേക്ക് വന്നത്. പക്ഷെ അങ്ങനെ വന്ന ആൾക്കാരുടെ എണ്ണം എക്സ്ട്രീംലി കുറവാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പോസിറ്റീവ് ചാർജിൻ്റെ സൈസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ ആണ് ആസ് കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ മിക്ക ഭാഗവും തുറന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാ ആൾക്കാരും അതുവഴി പാസ് ചെയ്ത് ബാക്കിലേക്ക് പോയത്. എന്നാൽ അതിനകത്ത് എവിടെയോ നടുക്ക് ഭാഗത്തായിട്ട് ഒരു പ്ലസ് ചാർജ് ഉണ്ട്. പക്ഷെ അതിൻ്റെ സൈസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒരാൾ മാത്രം പോയി പ്ലസ്സിൽ തട്ടിയിട്ട് ബൗൺസ് ബാക്ക് ചെയ്തത്. അപ്പം നാലാമത്തെ പോയിന്റ്, വോളിയം ഓഫ് ദ പോസിറ്റീവ് ചാർജ് മസ്റ്റ് ബി വെരി സ്മാൾ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ ടോട്ടൽ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്
ആ പോസിറ്റീവ് ചാർജിൻ്റെ ആ സൈസ് എന്താണ്, വോളിയം എന്താണ്, വളരെ കുറവാണ്. അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, അത് ന്യൂക്ലിയസ് ആണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം. അത് ആറ്റത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നതെന്നും റൂദർഫോർഡ് പറഞ്ഞു. അപ്പോൾ റൂദർഫോർഡിൻ്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ ഫിഗർ, ഒബ്സർവേഷൻ, കൺക്ലൂഷൻസ്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് വഴി അദ്ദേഹം റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം പ്രൊപ്പോസ് ചെയ്തു. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ്സ് ആറ്റം മോഡൽ ഈസ് ആൾസോ കാൾഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അതിന് കാര്യം സോളാർ സിസ്റ്റവുമായിട്ട് ഒരു സിമിലാരിറ്റി റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൽ ഉണ്ടായിരുന്നു. അത് വഴിയെ നമ്മൾ പറയുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആദ്യം ഫിഗർ നോക്കുക. നടുക്ക് പോസിറ്റീവ് ചാർജുള്ള സെൻറ്റർ, അതിൻ്റെ പേര് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് രണ്ട് പേര്, പ്രോട്ടോണും ന്യൂട്രോണും. ദേ ആർ ടുഗദർ കാൾഡ് ന്യൂക്ലിയോൺസ്. അത് പഠിച്ചു വയ്ക്കണം. ന്യൂക്ലിയസിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് പേരുണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും. ദേ ആർ ടുഗദർ കാൾഡ് എന്താണ്, ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കും. ഇനി നെഗറ്റീവ് ഉള്ള ആൾക്കാർ ഇലക്ട്രോൺസ് ആണ്, അവർ ഷെല്ലിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇനി ന്യൂക്ലിയസിനും ഷെല്ലിനും ഇടയ്ക്കുള്ള ഒരു റീജിയൻ ഉണ്ട്. ഇറ്റ് ഈസ് കാൾഡ് എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ. ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് ന്യൂക്ലിയസിനും ഷെല്ലിനും ഇടയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. ദാറ്റ് സ്പേസ് ഈസ് കാൾഡ് എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ. ഇപ്പോൾ ഫിഗർ നോക്കി വയ്ക്കുക. ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഫീച്ചർ, ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് ടൈനി പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് അറ്റ് ദ സെൻറ്റർ. ഒരു ആറ്റത്തിനകത്ത് വളരെ ചെറിയ പോസിറ്റീവ് ചാർജുള്ള ഒരു സെൻറ്റർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൺക്ലൂഷനകത്ത് അദ്ദേഹം കണ്ടുപിടിച്ച് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൺക്ലൂഷന് കണ്ട കാര്യങ്ങൾ ഒരു ഫീച്ചറായിട്ട് അദ്ദേഹം പറഞ്ഞ് മോഡൽ ഉണ്ടാക്കിയാണ്. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഹോളോ പാർട്ട് കാൾഡ് എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ. അപ്പോൾ ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ളൊരു സെൻറ്റർ ഉണ്ട്, അതിൻ്റെ പേര് ന്യൂക്ലിയസ് എന്നാണ്. ഇതിനെ സറൗണ്ട് ചെയ്ത് ഒരു ഹോളോ പാർട്ടുണ്ട്. ഇറ്റ് ഈസ് കാൾഡ് എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ. അപ്പോൾ ഈ എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ ഹോളോയാണ്. ആ പാത്ത് വഴിയാണ്, അല്ലെങ്കിൽ ആ ഹോളോ പോർഷൻ വഴിയാണ് മിക്ക റേസും എന്ത് ചെയ്തത്, കടന്ന് ആ ഗോൾഡ് ഫോയിൽ കടന്ന് സർക്കുലർ സ്കിന്നിൽ പോയി വീണത്. സെക്കൻഡ് പോയിന്റ്, പോസിറ്റീവ് ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ഡ്യൂ ടു ന്യൂക്ലിയോൺസ്. അപ്പോൾ അവിടെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, ഈ ആറ്റത്തിനകത്ത് എന്തുണ്ട്, പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിൻ്റെ പേര് ന്യൂക്ലിയസ് എന്നാണ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കിട്ടാൻ കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺ മീൻസ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇവിടെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ആകെ ചാർജ് എന്ത് വരും, പോസിറ്റീവ് വരും. അതുകൊണ്ടാണ് ന്യൂക്ലിയസ് എന്ത് ചാർജ് ക്യാരി ചെയ്യുന്നത്, പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നത്. ന്യൂക്ലിയസിനകത്ത് രണ്ട് പേര് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ഇതിനകത്ത് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി വൈൽ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ ആൻഡ് ദേ ഹാസ് നെഗ്ലിജിബിൾ മാസ് ആൻഡ് ക്യാരി എ നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോൺസിനെ കുറിച്ചും കൺക്ലൂഷനകത്ത് പറഞ്ഞിരുന്നു. മാസ് വളരെ കുറഞ്ഞ നെഗറ്റീവ് ചാർജുള്ള ആളായതുകൊണ്ടാണ് അധികം ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇവർ കിടന്ന് കറങ്ങുന്ന ഒരു പ്ലേസ് ഉണ്ട്, ആ പ്ലേസിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. വൈ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ ഓർ പോർഷൻ ഹാസ് നെഗ്ലിജിബിൾ മാസ് ആൻഡ് ക്യാരി എ നെഗറ്റീവ് ചാർജ്. ഇനി ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അത് തോംസണും പറഞ്ഞ കാര്യമാണ്. ബിക്കോസ് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം ഈക്വൽ ആണ്. അല്ലെങ്കിൽ ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും തുല്യമാണ്. അതുകൊണ്ട് ആറ്റം ഇലക്ട്രിക്കലി എന്താണെന്ന് പറയാം, ന്യൂട്രലാണെന്ന് പറയാൻ പറ്റും. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് കാൾഡ് ഓർബിറ്റ്. നമ്മൾ പറഞ്ഞു ആറ്റം റിസംബിൾസ് ലൈക്ക് എ സോളാർ സിസ്റ്റം. ആറ്റത്തിന് സോളാർ സിസ്റ്റവുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. ആൻഡ് ഈസ് കാൾഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം.
അങ്ങനെ സോളാർ സിസ്റ്റവുമായി സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് റൂദർഫോർഡ്സ് ആറ്റം മോഡൽ ഈസ് ആൾസോ കാൾഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അടുത്ത പോയിന്റ്, ഹിയർ ഇലക്ട്രോൺസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഒരു ആറ്റത്തിനകത്ത് ഷെല്ലിക്കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇലക്ട്രോണിൻ്റെ നെഗറ്റീവും ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവുമായുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇലക്ട്രോൺസിനെ ഷെല്ലിൽ തന്നെ പിടിച്ചു നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോൺസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പം ഒരു ഓർബിറ്റിനകത്ത് ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തുന്ന ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പോസിറ്റീവും നെഗറ്റീവുമുള്ള അട്രാക്ഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അടുത്തത്, ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഓൺ ഇലക്ട്രോൺ ആർ ബാലൻസ്ഡ് ബൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോണിനകത്ത് ഫീൽ ചെയ്യുന്ന ഈ എല്ലാ ഫോഴ്സിനെയും കൂടെ ബാലൻസ് ചെയ്യുന്ന, സീറോ ആക്കുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. കാര്യം ഇലക്ട്രോൺ വൃത്തപാതയിൽ കറങ്ങുകയാണ്. ഇത് തെറിച്ചെങ്ങും വീഴാതിരിക്കുന്നതിന് വേണ്ടി അതിനകത്തുള്ള എല്ലാ ചാർജുകളെയും, ഇലക്ട്രോണിന് ഫീൽ ചെയ്യുന്ന എല്ലാ ചാർജുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ഫീച്ചേഴ്സ്. റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം ആൻഡ് ഫിഗർ, ഫീച്ചറൊക്കെ നിങ്ങൾ നോക്കുക. ദെൻ റൂദർഫോർഡ്സ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്കാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ കൺസെപ്റ്റ് അനുസരിച്ച് ചാർജുള്ള ഒരു ബോഡി, ചാർജുള്ള ഒരു വസ്തുവിന് ചുറ്റും ഒരു അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ റൊട്ടേഷൻ കഴിയുമ്പോഴും ആ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന് എനർജി ലോസ് ചെയ്യും ഡ്യൂ ടു ദ എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് വെൻ എ ചാർജ്ഡ് ബോഡി ഓൺ മോഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് or by the attraction of electric field should emit radiation continuously. ഇപ്പോൾ ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ചാർജുള്ള മറ്റൊരു പാർട്ടിക്കിളിനെ ചുറ്റി കറങ്ങുന്നു അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് എമിറ്റ് റേഡിയേഷൻ കണ്ടിന്യൂസ്ലി. അത് ഓരോ റൊട്ടേഷൻ ഇങ്ങനെ നടക്കുമ്പോഴും റേഡിയേഷൻ ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റേഡിയേഷൻ കുറയുക മീൻസ് എനർജി കുറയുക എന്നുള്ളതാണ്. അപ്പോൾ റേഡിയേഷൻ കളയുക മീൻസ് അവിടെ എന്ത് കുറയുന്നുണ്ട്? എനർജി കുറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ റൊട്ടേഷൻ കഴിയുമ്പോഴും എനർജി കുറഞ്ഞു 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 വന്ന് ഒരു സ്പൈറൽ പാത്തിലൂടെ ഇലക്ട്രോൺസ് പോയി എവിടെ വീഴണം? പ്ലസ്സിൽ വീഴണം. അങ്ങനെ വീണാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം മസ്റ്റ് ബി കൊളാപ്സ്. എന്നുവെച്ചാൽ നമ്മുടെ ആ സങ്കല്പം എല്ലാം തകരുകയാണ്. ഇപ്പോൾ റൂദർഫോർഡ് പറഞ്ഞു വെച്ചാൽ സങ്കല്പം കൊളാപ്സ് ചെയ്തു പോയി. എന്തുകൊണ്ട് തകർന്നു പോയി? ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ചാർജുള്ള ഒരു വസ്തു ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഫലമായിട്ട് ഈ ഇലക്ട്രോൺ ഓരോ റൊട്ടേഷൻ കഴിയുമ്പോഴും റേഡിയേഷൻസ് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് അതിൻ്റെ എനർജി കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു സ്പൈറൽ പാത്ത് വഴി എവിടെ പോയി വീഴും? ന്യൂക്ലിയസിൽ വീഴും. എന്ന് വെച്ചാൽ റൂദർഫോർഡ് കെട്ടിപ്പോക്കിയ ഈ സങ്കല്പം ഇവിടെ വെച്ചാൽ എന്ത് ചെയ്തു? കൊളാപ്സ് ചെയ്തു പോയി. എന്ത് വന്നപ്പോൾ? ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിന് ഒരു നിലനിൽപ്പില്ല. അടുത്ത ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇറ്റ് സേസ് നത്തിങ് അബൌട്ട് ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ച് ഒന്നും റൂദർഫോർഡ് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഹൗ ദ ഇലക്ട്രോൺസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ വാട്ട് ആർ ദ എനർജീസ് ഓഫ് ദീസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി എന്താണ്? ഇതിനെക്കുറിച്ചൊന്നും റൂദർഫോർഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ റൂദർഫോർഡ്സ് ആറ്റം മോഡലിൻ്റെ ഫീച്ചേഴ്സ്, അത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ആ ഫിഗർ ഉണ്ട്. റൂദർഫോർഡ്സ് ആറ്റം മോഡലിൻ്റെ മറ്റൊരു പേര് നിങ്ങൾ നോക്കണം. ഇറ്റ് ഈസ് കാൾഡ് എ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ദെൻ റൂദർഫോർഡ്സ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്ക്. ഈ പ്രശ്നം വന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് വന്ന സമയത്താണ് ആ പ്രശ്നം അവിടെ ഉണ്ടായത്. അപ്പോൾ ഇതോടുകൂടി റൂദർഫോർഡ്സ് ആറ്റം മോഡലിൽ നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ.